ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ടീം ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനായി ഇറങ്ങുകയാണ്. അയർലൻഡിനെതിരായ T20 മത്സരത്തോടു കൂടി തന്നെയാണ് ശ്രേയസ് അയ്യരുടെ നായകത്വത്തിലുള്ള ടീം ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം ആരംഭിക്കുന്നത്. അയർലൻഡിനെതിരായ T20 പരമ്പരയ്ക്ക് ഇറങ്ങുമ്പോൾ 15-കാരൻ വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റ സാധ്യതയും സഞ്ജു സാംസന്റെ സ്ഥാനവും ടീം തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുക മാത്രമല്ല, T20 ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കിയാണ് ശ്രേയസ് അയ്യരെ ദൗത്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. IPLിലെയും ആഭ്യന്തര ക്രിക്കറ്റിലെയും മികച്ച പ്രകടനമാണ് ശ്രേയസിനെ വഴി തുറന്നിരിക്കുന്നത്. ആരാധകർ ശ്രദ്ധിക്കുന്ന മറ്റൊരു താരം വൈഭവാണ്. IPLിലും ആഭ്യന്തര ക്രിക്കറ്റിലും ഈ ടീമിനായും തകർത്തടിച്ച 15-കാരൻ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കുമോ എന്നാണ് ആരാധകരുടെ ആകാംക്ഷ. ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയുടെ ഫൈനലിൽ 29 പന്തിൽ 94 റൺസ് അടിച്ച് ലിസ്റ്റ് എ ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി റെക്കോർഡ് സ്വന്തമാക്കിയ വൈഭവ് സൂര്യവംശി ഇന്ന് അയർലൻഡിനെതിരായ മത്സരത്തിൽ ഓപ്പണറായി ടീമിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ലോകകപ്പിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമായിരുന്നു ഇന്ത്യയുടെ ഓപ്പണർമാർ. ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തിൽ സഞ്ജു നിർണായക പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു. ലോകകപ്പിൽ നിറം മങ്ങിയെങ്കിലും അഭിഷേക് IPLിൽ തകർത്തടിച്ചിരുന്നു. T20 ലോകകപ്പിലെ അവസാന 3 മത്സരങ്ങളിൽ ടീം ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആവുകയും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്ത സഞ്ജു സാംസൺ തന്നെയായിരിക്കും അയർലൻഡിനെതിരെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നാണ് സൂചനകൾ. കോച്ച് ഗൗതം ഗംഭീറിന്റെ പിന്തുണയും സഞ്ജുവിനൊപ്പമാണ് എന്നും സഞ്ജുവിനെ തന്നെയാണ് ഓപ്പണിംഗ് റോളിലേക്ക് ഗംഭീർ പരിഗണിക്കുന്നത് എന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ. സഞ്ജുവിനൊപ്പം വൈഭവ് സൂര്യവംശി ആയിരിക്കും ഓപ്പണിംഗിനായി എത്തുക. നിലവിലെ 1-ാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയ്ക്ക് ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. ഓപ്പണിംഗിന് ശേഷമുള്ള ബാറ്റിംഗ് പൊസിഷനുകളിൽ വലിയ അനിശ്ചിതത്വമില്ല. 3-ാം നമ്പറിൽ ഇഷൻ കിഷനും 4-മനായി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയും ശിവം ദുബെയുമായിരിക്കും പിന്നീടുള്ള നമ്പറുകളിൽ എത്തുന്നത്. ഓൾറൗണ്ട് റോളിൽ അക്സർ പട്ടേൽ എത്തുമ്പോൾ ഹർഷിത് റാണയ്ക്കൊപ്പം അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. കുൽദീപ് യാദവിന് വിശ്രമം അനുവദിച്ചാൽ രവി ബിഷ്ണോയി ആയിരിക്കും പകരക്കാരനായി ടീമിലേക്ക് എത്തുന്നത്.